ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ എനർജി എന്ന് നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് അവിടെ വന്നിട്ട് നൈറ്റ് ഓഫ് വാൺസ് ആണ്. നൈറ്റ് ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഫൈവ് ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത് ആൻഡ് ത്രീ ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബോട്ടമിലേക്ക് വന്നേക്കുന്നത് ഹെർമിറ്റാണ്. ഹെർമിറ്റ് നമുക്ക് ഓഷോ സെൻറ്റാറോയും കൂടെ കുറച്ച് കാണിച്ചിട്ട് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എനർജി? എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? ഫസ്റ്റ് വന്നിട്ട് മാസ്റ്റർ ആണ്. ദാറ്റ് മീൻസ് ദ ക്രിയേറ്റർ. ദെൻ സ്ട്രെസ് വന്നിട്ടുണ്ട്, ഗൈഡൻസ് വന്നിട്ടുണ്ട്, മൊറാലിറ്റി വന്നിട്ടുണ്ട്, സോറോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് കമ്പാരിസൺ ആണ്. ഈ സെയിം കാർഡ്സ് തന്നെ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റക്നെസ് ചിലപ്പോൾ ഇന്ന ദിവസം ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഒരു സ്വാർത്ഥത, മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് പാത്രമാവുക, അതിനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് രണ്ടും ബോട്ടം ഡെക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ നമ്മളൊരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ മീറ്റ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ നമ്മളിൽ ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ഒരു പേഴ്സൺ നമ്മളിൽ ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാവും. നമ്മൾ സ്പിരിച്വലി നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ വൈബ്രേഷനിലല്ല ഉള്ളത്. നമ്മൾ കുറച്ചധികം സ്പിരിച്വലി ഗ്രോ ചെയ്തിട്ടുള്ള ആളാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു ദിവസമാവാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കുള്ളിലെ ഒരു മെൻറ്ററിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ നമ്മളിന്ന് നമ്മുടെ മെൻറ്ററിനെയും കണ്ടെത്താൻ സാധ്യതയുണ്ട്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്താനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നു, ഒരു ഒറ്റപ്പെട്ട പോലെയും ഒരു മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെയും സ്റ്റക്ക് ആയതുപോലെയൊക്കെ നമുക്ക് തോന്നാനും സാധ്യതയുണ്ട്. അതാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത്. ദെൻ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരുടെ ഇടയിൽ മോശക്കാരാക്കുക, അതായത് നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലുള്ള കോൺഫ്ലിക്റ്റുകളും മാനസിക സമ്മർദ്ദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനർത്ഥം നിങ്ങളൊരു ഗ്യാതറിങ്ങിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ താഴ്ത്തി മറ്റുള്ളവരെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഇൻസൾട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ഉപയോഗിച്ചിട്ട് അവർ അതിൻ്റെ ഫലം ഉണ്ടാക്കുക. അതായത് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവരതിൻ്റെ ഫലമെടുക്കുക. അതാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നിങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളെ ഉപയോഗിച്ച് മറ്റൊരാൾ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഒരു എനർജിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് രണ്ടും ഇന്നേ ദിവസം നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും ഇന്ന് ഇതാണ് സംഭവിച്ചെന്നുള്ളത്. ദെൻ നൈറ്റ് ഓഫ് വാൺസ് ആണ്. വളരെ പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യും. അതായത് ഇന്ന് ചെയ്യുന്ന ജോലി നിങ്ങൾ വളരെ ഒരു ടൈം കൺസ്ട്രെയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടതായിരിക്കും. അതായത് വേഗത്തിൽ ചെയ്ത് തീർക്കേണ്ടുന്ന ജോലികളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നത് വേഗത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ഏറ്റെടുത്ത് അക്കാര്യം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് എന്ത് ജോലി ഏറ്റെടുത്ത് ചെയ്താലും അതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതായിട്ടാണ് ഈ നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. വളരെ ആവേശം തോന്നുന്നു എന്നുള്ളതാണ്. ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പതുക്കെ സ്ലോയിങ് ഡൗൺ ആണ്. ആ പ്രോസസ്സ് വളരെ പതുക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം വളരെ പതുക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. അതൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാത്തിരുന്ന പണമായിരിക്കാം. ഈ രണ്ട് എനർജിയും നിങ്ങളിലേക്ക് മെല്ലെ മെല്ലെയാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ഇത് നിങ്ങളിലേക്ക് എത്താനെടുത്ത സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാനുള്ള സമയമായിരുന്നു, പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ഇന്ന് എന്ത് വന്നു ചേർന്നാലും, അത് പണമായാലും ഒരു വ്യക്തിയായാലും ഒരു ജോബായാലും, അത് നിങ്ങളിലേക്ക് വരാനെടുത്ത സമയമെന്ന് പറയുന്നത് നിങ്ങളതില്ലാതെ ജീവിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ടാവും. ജോബാണെങ്കിൽ ആ ജോബ്, കാത്തിരുന്ന ജോബ് കിട്ടിയില്ലെങ്കിൽ വേറൊരു ജോബിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതല്ല,
പൈസയാണെങ്കിൽ പൈസയുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിയോ പണമോ ഒരു ജോബോ നിങ്ങൾക്ക് വന്നു കിട്ടാൻ സാധ്യതയുണ്ട്, കമ്മിറ്റ്മെൻറ്റ് വന്നു കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ പറയുന്നത് ആ 5 ഓഫ് സോഡിൻ്റെ എനർജി തന്നെയാണ്. നിങ്ങളുടെ എനർജിയെ ഉപയോഗിച്ച് മറ്റൊരാൾ അതിൻ്റെ ഫലമെടുക്കുക, ഇമോഷണലി നിങ്ങളെ ഹേർട്ട് ചെയ്യുക, എന്ത് വില കൊടുത്തും സ്വന്തം ജയിക്കുക എന്നുള്ളത്, അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആരുടെയും ഇടയിൽ നിങ്ങൾ പോയി പെട്ടുപോയാൽ നിങ്ങളെ മോശക്കാരാക്കിക്കൊണ്ട് അവർ നല്ലവെള്ളയാവും. ഓക്കെ, അതാണ് ഈ 5 ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത്. ദെൻ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വയറ്റിൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്ലസ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റും. അതുപോലെ ചില ആളുകളെ, മെഡിക്കൽ പ്രയാസമുള്ള ചില ആളുകളെ നിങ്ങൾക്കിന്ന് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് വലിയ ഒരു പുഷ്പം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ എനർജി ഇപ്പോൾ ഹൈ എനർജി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ്റെ വൈബ്രേഷനിൽ നിന്നാൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് സ്പിരിച്വലി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. നിങ്ങൾ കുറേ അധികം സ്ട്രോങ് ആയിട്ടുണ്ട്, നിങ്ങളിലെ കുറേ അധികം നെഗറ്റിവിറ്റീസ് പോയിട്ട് പോസിറ്റിവിറ്റീസ് നിങ്ങളിൽ ഫില്ലായിട്ടുണ്ട്, നിങ്ങളിലെ കുറേ വീക്ക്നെസ്സുകൾ പോയിട്ട് കുറേ സ്ട്രെങ്തുകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ദെൻ 3 ഓഫ് സോഡ് പറയുന്നത്, ഇവിടെ ഒരു നഷ്ടം, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൊരു നഷ്ടം ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നു എന്നാണ്. ചിലപ്പോൾ ഇന്നേ ദിവസം ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ നഷ്ടം ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം, പണമായിരിക്കാം, വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുവായിരിക്കാം, എന്തോ ഒരു വിലപിടിപ്പുള്ള എന്തോ ഒന്ന് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് പോലെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളത് വളരെയധികം സൂക്ഷിക്കുക, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നഷ്ടം വരാനുള്ളതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ അതിനെ തരണം ചെയ്യാനുള്ള ത്രാണ് നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് വരുന്ന എന്തായാലും അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. സന്തോഷത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ചില നഷ്ടങ്ങൾ നമ്മൾ ഒരിക്കലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ അത് എന്ത് തന്നെയായാലും അത് ചെയ്യേണ്ട പ്രവൃത്തി ഭൂമിയിലെ പൂർത്തിയായതിന് ശേഷം അത് തിരിച്ചു പോയി, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് പോയി എന്നാണ് മാത്രമേ നമ്മളത് വിചാരിക്കാൻ പാടുള്ളൂ. ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് ആണ് കാണുന്നത്. റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, കാര്യങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. 3 ഓഫ് സോഡ് എന്ന് പറയുന്നത് വളരെ ഹൃദയഭേദകമായ സംഭവം എന്നാണ്, അല്ലെങ്കിൽ വളരെ മാനസിക സംഘർഷം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു കാർഡുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ചും സൂക്ഷിക്കുക. പിന്നെ ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഹാർട്ട് ഡിസീസുകളുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെയിനോ വല്ലതും ഫീൽ ചെയ്താൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഓക്കെ, ദെൻ മാസ്റ്റർ എന്നൊരു എനർജി വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത്. നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഒരു ക്രിയേറ്റർ ആയിരിക്കുന്നു, നിങ്ങളൊരു മാസ്റ്റർ ആയിരിക്കുന്നു. അതായത് നിങ്ങളിൽ ഒരു മെൻറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങളിലെ മെൻറ്ററിനെ തിരിച്ചറിഞ്ഞാൽ മറ്റുള്ള ആളുകൾ നിങ്ങളിലേക്ക് വരിക. ഇതൊക്കെയാണ് ഈ മാസ്റ്ററിൻ്റെ കാർഡ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുന്നു എന്നാണ്. നിങ്ങളെ ആരാധിക്കാനും, അല്ലെങ്കിൽ നിങ്ങളെ ആരാധിക്കുക മീൻസ് വേർഷിപ്പിംഗ് അല്ല, നിങ്ങളുടെ വാല്യൂസ്, മോറൽസ്, നിങ്ങൾ പറയുന്ന വാല്യൂസിനെ അനുസരിക്കുന്ന, ആ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അതുപോലെ ഇന്ന് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളിന്ന് വിജയിക്കുക, അതിൽ ഏറ്റവും ഒന്നാമനാവാനൊക്കെ സാധ്യതയുണ്ട്, മാസ്റ്റർ ആവുക. അതുപോലെ നിങ്ങൾ ഇന്ന് ഏത് സ്കില്ല് ഉപയോഗിച്ചാണോ വർക്ക് ചെയ്യുന്നത് ആ സ്കില്ലിൽ ഏറ്റവും നന്നായിട്ട് ശോഭിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ദെൻ സ്ട്രെസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് പോരാടുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിനെ എതിരിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കുറച്ചധികം പെയിൻ ആൻഡ് വർക്കുകൾ നിങ്ങൾ ഷോൾഡർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരേ സമയം ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബുദ്ധിമുട്ട് ഇന്ന ദിവസം ഉണ്ടാകും. ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ സ്ട്രെസ്സ്, കുറച്ച് മെൻ്റൽ കോൺഫ്ലിക്റ്റ്, സ്ട്രെസ്സ് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം. നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് ബസ്സിൽ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കൂലേ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പരസ്യമായിട്ടായിരിക്കാം, ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കായിരിക്കാം, ബൈബിൾ വചനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നോട്ടീസ് ആയിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന്
ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ദെൻ വന്നിരിക്കുന്നത് മൊറാലിറ്റിയാണ്. മൊറാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ മോറൽ, അതായത് നിങ്ങൾ മുൻപ് വളരെയധികം സമൂഹത്തെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി, ഇതൊന്നുമല്ല, സമൂഹം ഒരുപാട് മാറി, അതിനനുസരിച്ച് നിങ്ങളുടെ ചിന്താഗതികൾ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെ മോറൽ വാല്യൂസ് പണ്ടത്തേതിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസം വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾ അംഗീകരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കിന്ന് ആക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഊന്നി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അവരോടൊക്കെ സംസാരിക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, അതൊക്കെയാണ് ഈ മൊറാലിറ്റിയുടെ കാര്യം പറയുന്നത്. ഓക്കെ, ദെൻ വന്നിട്ട് സോറോ ആണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് കടുത്ത അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ കടുത്ത മാനസിക സംഘർഷം മൂലമോ അല്ലെങ്കിൽ ടെൻഷൻ മൂലമോ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാതിരിക്കുക. ഈ ഉറക്കമില്ലാത്തത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുക. രാത്രിയിലത്തെ ഈ ഉറക്കമില്ലായ്മയിൽ നിങ്ങൾ ആലോചിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാകുക. ഇതൊക്കെയാണ് ഈ സോറോ എന്ന് പറയുന്നത്. ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ കൂടുതൽ ദുഃഖാർത്ഥരായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ത്രിയോസോഡും സോറോയും അടുത്തടുത്ത് വന്നേക്കുന്നത് കൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന എന്തോ ഒരു വാർത്ത ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പെയിൻ കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് സോറോ എന്ന് പറഞ്ഞാൽ ഏതോ പഴയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ത്രിയോസോഡും പറയുന്നത് പഴയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നു എന്നായിരിക്കും. ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് ഓർക്കുക, അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക. ആ ആളുകളെക്കുറിച്ചാണെങ്കിൽ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത പെയിൻ അനുഭവപ്പെടുക. ഈ നമ്മൾ ന്യൂട്രലായി എന്ന് വിചാരിക്കും, ഹീലായി എന്ന് വിചാരിക്കുന്ന ചിലയിടങ്ങളിൽ ആ ആളുകളെക്കുറിച്ച്, ആ സംഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില ദിവസങ്ങളിൽ മാത്രം വല്ലാത്ത പെയിൻ തോന്നും, ചില ദിവസങ്ങളിൽ മാത്രം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ടെൻഷൻ തോന്നും. അപ്പോൾ ആ ഒരു പെയിനോ അല്ലെങ്കിൽ ടെൻഷനോ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഹീലായി എന്ന് വിചാരിക്കുന്ന ആ മേഖലയിൽ നിങ്ങൾ ഹീലായിട്ടില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലവേഴ്സിന് നിന്നുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇന്നേ ദിവസം പഴയ എന്തെങ്കിലും ഓർമ്മകൾ, അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് കാണാൻ കാരണമായ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എപ്പോൾ ചിന്ത വന്നാലും അത് നിങ്ങളെ ഈ ത്രിയോസോഡിൻ എനർജിയിലേക്ക് കൊണ്ടുപോകും. അതായത് നിങ്ങളെ ഹാർട്ട് ബ്രോക്കൺ ആക്കും, പെയിൻഫുൾ ആക്കും, നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് നടക്കുവാണെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ആളുകളിലേക്ക് പോവുക. ആ ചിന്തയെ അപ്പം തന്നെ നിങ്ങൾ നള്ളിഫ് ചെയ്ത് കളയണം. ആ ഒരു കാരണവശാലും ആ പഴയ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തയെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാനായിട്ട് സമ്മതിക്കാതിരിക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡാണ്. അപ്പോൾ ചില ആളുകൾ നിങ്ങൾ മനസ്സിൽ എന്തൊക്കെയോ വെച്ചിട്ട് മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്, പരസ്പരം നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ളൊരു ബോണ്ടിങ്ങിൽ ചെറിയൊരു എന്താ പറയുന്നത്, ഒരു കല്ലുകടി വരിക, അല്ലെങ്കിൽ ഒരു അകൽച്ച വന്നു എന്നുള്ളതാണ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ആളുകളെ ഡീൽ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഈ ആളെ മെരുക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പണാക്കി വെക്കുക. നിങ്ങൾ അവർ പറയുന്നതിനെ ആ രീതിയിൽ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ചില കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. വീണ്ടും പറയുന്ന സെയിം കാർഡ് തന്നെയാണ്, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക, കൂടുതൽ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സെൽഫിനെ അവരുടെ മുമ്പിൽ റിവീലായി കഴിയുമ്പം, അവരുടെ ഇന്നർ സെൽഫ് നിങ്ങളുടെ മുമ്പിൽ റിവീലായി കഴിയുമ്പോൾ ഒരു സംശയം അവിടെ ഉണ്ടാവാതിരിക്കും എന്നാണ് പറയുന്നത്. തേർഡ് കാർഡ്, ഫ്രീ യുവർ സെൽഫ്. സെയിം കാർഡാണ്. നിങ്ങളെ ഓപ്പൺ അപ്പ് ആക്കി വെക്കുക, ഫ്രീ ആക്കി വെക്കുക. നിങ്ങളെ കൺസ്ട്രെയിൻസിൽ വെക്കരുത്, കുറേ അധികം കൺസേൺസിൽ വെക്കരുത്, ലിമിറ്റിംഗ് ബിലീഫ്സിൽ വെക്കരുത്. നിങ്ങളെ വളരെ ഫ്രീ ആക്കി വെക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ നിങ്ങളിന്ന് ബിഹേവ് ചെയ്യണം എന്നാണ് ലവ് ഓറക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മടി കാണിക്കില്ലേ, ഹൈപ്പ് ചെയ്യണം.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം വരാനായിട്ട് പ്രാർത്ഥിക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇന്ന് നല്ലൊരു ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുന്നേൽക്കുക. എല്ലാം പോസിറ്റീവൊക്കെ തന്നതിന് നന്ദി, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. ഓക്കെ, എന്തോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ തന്നെ നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.